നീ പ്രാർത്ഥിച്ച പോലെ നടന്നു. നിനക്കില്ലാത്ത കുഞ്ഞ് എനിക്കുണ്ടാവരുതെന്ന് നീ സകല ദൈവങ്ങളോടും പറഞ്ഞില്ലേ? അത് ശരിയായിന്നാ ഞാൻ പറഞ്ഞത്. കരുണേ, നിന്റെ കുഞ്ഞു പോയതില് എനിക്കും കണ്ണേട്ടനും തീർത്താ തീരാത്ത വേദനയുണ്ട്. പിന്നെ നിന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ടാ നിന്നെ വിളിക്കാതിരുന്നതും നിന്നെ കാണാൻ വരാതിരുന്നതും. രണ്ടാളും വരാതിരുന്ന എന്താ? അപ്പോ ഉള്ളിലുള്ള സന്തോഷം നേരിട്ട് പ്രകടിപ്പിക്കായിരുന്നല്ലോ. എടോ മഹി, മറ്റുള്ളവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലെങ്കിൽ പിന്നെ സംസാരിച്ചിട്ട് കാര്യമില്ല. താനൊന്നും പറയണ്ടടോ. അമ്പലത്തിലെ പാൽപ്പായസത്തിലെ വിഷം കലർത്തി എന്റെ കുഞ്ഞിനെ കളഞ്ഞത് തന്റെ അറിവോടെ ഇവളാ. ഇപ്പോഴത്തെ നിന്റെ മാനസികാവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങളൊന്നും പറയുന്നില്ല. കുഞ്ഞു പോയപ്പോഴെങ്കിലും നിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്ന ഞങ്ങൾ കരുതിയത്. കേട്ടോമേ, പറഞ്ഞത് കേട്ടോ? കുഞ്ഞു പോകുമ്പോ എന്റെ സ്വഭാവത്തിൽ മാറ്റം വരുമെന്ന്. അപ്പോ അങ്ങനെ മാറ്റം വരാൻ വേണ്ടി കുഞ്ഞിനെ മനഃപൂർവ്വം കളഞ്ഞെന്നാ ഈ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ. മറ്റുള്ളവരുടെ ആത്മാർത്ഥത തിരിച്ചറിയാൻ കഴിയാത്തവരെ സ്നേഹിച്ചിട്ട് കാര്യമില്ല. അവരോട് സംസാരിച്ചിട്ടും എനിക്ക് ഇനിയും കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഇന്നല്ലെങ്കിൽ നാളെ ഞാനും ഉണ്ണിയേട്ടനും ഒരു കുഞ്ഞിനെ താലൊലിക്കുന്നത് താനിക്കും ഇവൾക്കും കാണേണ്ടി വരും. പക്ഷെ ഒരിക്കലും ആർക്കും കാണേണ്ടി വരില്ല. താനും ഇവളും സ്വന്തം കുഞ്ഞിനെ മടിയിലിരുത്തി താലോലിക്കുന്ന രംഗം. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവരാ കരുണേ ഞങ്ങളൊക്കെ. ഒരിക്കലുമില്ല. എന്റെ ഉണ്ണിയേട്ടന്റെ കണ്ണുനീരാ നിന്റെ ഒക്കെ സന്തോഷം. ഇത്രയൊക്കെ വെറുപ്പുണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? സ്വന്തം അച്ഛന്റെ അമ്മൂമ്മയുടെയും തണലില് സ്വന്തം വീട്ടിൽ തന്നെ താമസിക്കായിരുന്നല്ലോ. അതാണ് രണ്ടിന്റെ ഉദ്ദേശമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാ മനസ്സിനെ കീറി മുറിക്കുന്ന വേദന തന്നത്. നിനക്കില്ലാത്തത് എനിക്കും വേണ്ട എന്നുള്ള നിന്റെ ചിന്തയുണ്ടല്ലോ, അതിന് എന്തെങ്കിലും തിരിച്ചടി കിട്ടൂടി. തൽക്കാലം നീ ജയിച്ചു. പക്ഷേ എന്നും അങ്ങനെ ജയിക്കുന്ന നീ കരുതണ്ട. ഇനിയെങ്കിലും മരുമോൾക്ക് നല്ല ബുദ്ധി ഉപദേശിച്ചു കൊടുത്തിട്ട് അവളെ ഒന്ന് നന്നാക്കി എടുക്കാൻ നോക്ക്. അവളുടെ ഈ സ്വഭാവം കൊണ്ട് അവൾക്ക് നഷ്ടമേ ഉണ്ടാവൂ. എന്തായാലും നിനക്ക് നിന്റെ ഭാര്യയ്ക്ക് നേട്ടം ഉണ്ടായല്ലോ. ഇതുപോലെ മനസ്സിനകത്ത് സന്തോഷം ഒളിപ്പിച്ചിട്ട് പുറമേ സങ്കടം കാണിക്കുന്ന ഒരുത്തിയെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഇഷ്ടം പോലെ പൈസ ഉണ്ടല്ലോടി ഇപ്പൊ നിന്റെ കയ്യില്. നീയല്ലേ ഇപ്പൊ കമ്പനിയുടെ MD. ഒരു സിനിമ എടുക്കടി, എന്നിട്ട് നീ അതിനകത്ത് നായികയാവും. നിന്റെ അഭിനയത്തിന് ഓസ്കാർ ഉറപ്പാ. ഓസ്കാർ കിട്ടിയവരെക്കാൾ നന്നായിട്ട് അഭിനയിക്കുന്ന പലരും എനിക്ക് ചുറ്റിനുമുണ്ട്. പക്ഷേ അവരുടെയൊക്കെ അഭിനയം ശരിക്കും എനിക്ക് മനസ്സിലായത്, അത് ഞാൻ ശരിക്കും പിടിച്ചെടുത്തത് ഞാൻ ഇയാളെ കല്യാണം കഴിച്ചതിന് ശേഷം. അതായത് രണ്ടാനമ്മയും രണ്ടാനമ്മയുടെ ബന്ധുക്കളും അഭിനയിച്ച് തകർക്കുവാണെന്ന് അറിയാൻ എനിക്കൊരു കല്യാണം കഴിക്കേണ്ടി വന്നു. എന്തൊക്കെ നീ പറഞ്ഞാലും ശരി, ആ കുഞ്ഞിനെ കളഞ്ഞതേ ഇവളാണെങ്കിൽ ആ കുഞ്ഞിന്റെ ശാപമേ ദേ ഇവളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാവും.